മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാല പ്രവിത്താനം പള്ളിക്ക് സമീപത്തായിട്ടാണ്. കോട്ടയം ജില്ലയിൽ പാല തൊടുപുഴ റോഡിൽ പ്രവിത്താനം പള്ളിക്ക് സമീപത്തായിട്ട് ഒരു 3 ബെഡ്റൂം അറ്റാച്ച്ഡ് 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു അടിപൊളി സ്ഥലവും വീടും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കിണർ വെള്ളമുണ്ട്, പറ്റാത്ത കിണർ വെള്ളം. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. വ്യത്യസ്തമായ ഒരു മോഡലിൽ, വ്യത്യസ്തമായ ഒരു രൂപകൽപ്പനയിൽ തന്നെ ചെയ്തിരിക്കുന്ന, മുറ്റമെല്ലാം ഒരു പാർക്ക് പോലെ ആക്കിയെടുത്ത് അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന, അതുപോലെ തന്നെ അകത്തെ ഇന്റീരിയർ വർക്കുകളാണെങ്കിൽ അതിമനോഹരമാക്കി എടുത്തിരിക്കുന്ന, കാഴ്ചയ്ക്കും മനോഹരം മാത്രമല്ല ക്വാളിറ്റിയിലും നമ്പർ 1, ബ്രാൻഡഡ് മെറ്റീരിയൽ ഇല്ലാതെ ഒരു സാധനം പോലും ഉപയോഗിക്കാതെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന അടിപൊളി സ്ഥലവും അടിപൊളി വീടും. ചോദിക്കുന്ന വില 69 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം കൂടുതൽ വിവരങ്ങളിലേക്ക്, ഈ വീഡിയോയുടെ മൊത്തം ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ, അതിലേക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. ഇത് മീനച്ചൽ ഹോംസ്. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പാല പ്രവിത്താനത്തിന് സമീപത്തുള്ള അടിപൊളി ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണുവാനായിട്ടാണ്. അതിമനോഹരവും ഗംഭീരവുമായ രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ നല്ല ക്വാളിറ്റിയോടുകൂടി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക മോഡലിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വീട് നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ വഴി കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും, വീട് നേരിട്ട് കാണേണ്ടവർക്ക് നേരിട്ട് വന്ന് കണ്ട് ഈ വീട് നെഗോഷിയേഷൻ ചെയ്ത് സ്വന്തമാക്കുവാനും അവസരമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടും മുറ്റം. സ്റ്റോണൊക്കെ വിരിച്ച്, പ്രത്യേക ആംഗിളിൽ സ്റ്റോണൊക്കെ വിരിച്ച്, ബാക്കി മുഴുവൻ ഒരു പച്ചപ്പൊക്കെ വിരിച്ച്, നാച്ചുറലായിട്ടുള്ള ഗ്രാസൊക്കെ കൊടുത്ത്, ഈ സ്റ്റോണിനിടയ്ക്കോടെയുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസും ബാക്കി മുഴുവൻ നാച്ചുറൽ ഗ്രാസും നാച്ചുറൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന നല്ല വലിപ്പമുള്ള കാർ പോർച്ചുള്ള ഈ കാർ പോർച്ച്. ഇതുപോലെ തന്നെ ഈ സൈഡിലും വേണമെങ്കിൽ, നിങ്ങൾക്ക് 2 വണ്ടിയുള്ളവരാണെങ്കിൽ ഇവിടെ വേണേൽ എക്സ്ട്രാ ഒരു കാർ പോർച്ച് കൂടി നിർമ്മിക്കാം. ഒപ്പം നമുക്കിത് ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ നല്ല മിറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ബാക്ക് സൈഡിൽ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അത് പുറകുവശത്തു നിന്നുള്ള ഒരു കവറിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഇപ്പോൾ പാഷൻ ബോട്ടാണ് കയറ്റി വിടുന്നത്. വേണമെങ്കിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ പാവലിൻ്റെയോ കോവലിൻ്റെയൊക്കെ വള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് മേടിച്ച് കയറ്റി വിടാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ വാഹനങ്ങൾ കയറ്റി തിരിക്കുവാനായിട്ടുള്ള നല്ല ഒരു മുറ്റമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് മുറ്റം വന്നിരിക്കുന്നത്. എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. വീട് ഒറ്റ നോട്ടയിൽ കാണുന്നവരെല്ലാം 2000 സ്ക്വയർ ഫീറ്റ് ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് 1500 സ്ക്വയർ ഫീറ്റാണ് വീട്. 1500 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും വീടിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമായ വ്യൂ ആണ്. അത്യാവശ്യം നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ലൊരു ഡിസൈനോട് കൂടിയുള്ള നല്ലൊരു കളർ കോഡോട് കൂടി തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടും സ്ഥലവും. അപ്പോൾ ഇതിൻ്റെ കിണർ നമുക്കൊന്ന് പോയി കാണാം. ഈ ബാക്ക് സൈഡിലാണ്, ഇവിടെയാണ് കിണർ വന്നിരിക്കുന്നത്. കിണർ ജലലഭ്യതയുള്ള, കഴിഞ്ഞ വേനൽക്കാലത്ത് കുത്തിയ കിണറാണ്. അപ്പോൾ ജലലഭ്യതയുള്ള കിണറാണ്. ആ കിണറും മൂടുന്ന ഒരു നെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ ഡോറാണ്, കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറ്. ഇവിടെ അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. അലക്കുകല്ലും ഒപ്പം ഇത് പുകയില്ലാത്ത അടുപ്പിൻ്റെ കുഴലാണ് ഇവിടെ വന്നിരിക്കുന്നത്. മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് നമുക്കിവിടെ കാണാം. ഇവിടെ സെപ്റ്റിക് ടാങ്ക് 45 ഫ്ലഷിൻ്റെ സെപ്റ്റിക് ടാങ്കും ഒപ്പം കുളിക്കുന്ന വെള്ളം, അതായത് ബാത്റൂമിലെ വെള്ളത്തിനും അതുപോലെ കിച്ചൺ വേസ്റ്റ് വെള്ളത്തിനും വാഷിംഗ് മെഷീനിലെ വെള്ളത്തിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടാങ്കുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫുഡ് വേസ്റ്റുകൾ മാനേജ് ചെയ്യുവാനായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഹരിതസേന ഇവിടെ വന്ന് വേസ്റ്റ് എല്ലാ മാസവും വന്ന് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന അതുപോലെയുള്ള നല്ല ഒരു മേഖലയിൽ ഇത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് മുറ്റത്തേക്ക് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അങ്ങോട്ട് വന്നു. ഇതാണ് തേക്കിൻ തടികളാൽ നിർമ്മിതമായ ഫ്രണ്ട് ഡോറ്. ഒപ്പം ജനൽപ്പാളികൾ മുഴുവൻ തേക്കിൻ തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അതിമനോഹരവും വിശാലവുമായ നല്ലൊരു സ്വീകരണ മുറി, നല്ല ഇൻറ്റീരിയർ വർക്കുകളുള്ള നല്ലൊരു സ്വീകരണ മുറിയിലേക്കാണ് കയറിയത്.
ഇതാണ് ഒരു ബെഡ്റൂമിൻ്റെ ഡോറുകൾ നമുക്ക് കാണാം. ഏറ്റവും നല്ല ഭംഗിയുള്ള ഡോറുകൾ തന്നെയാണ് ബെഡ്റൂമുകൾക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടി വി യൂണിറ്റും ഒരു പാർട്ടീഷൻ വർക്കുമാണ് ഇവിടെ കാണുന്നത്. ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ബെഡ്റൂം ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായ കബോർഡ് വർക്കുകൾ ഇവിടെ ഡ്രസ്സിങ് ഏരിയയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് എല്ലാം കെറോവിറ്റ് എന്ന കമ്പനിയുടെ ടോയ്ലറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ. ഇതാണ് ടോയ്ലറ്റിൻ്റെ ടൈല് വർക്കുകൾ. അതിമനോഹരമായ ടൈല് വർക്കാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ടൈല് വർക്കുകൾ. നല്ല ഡിസൈനാണ്. നല്ലൊരു വീടിൻ്റെ പ്ലാൻ ആയിക്കോട്ടെ, ഒരു സ്ഥലം പോലും വേസ്റ്റ് ആവാത്ത രീതിയിൽ എല്ലാം യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിലാണ് വീടിൻ്റെ പ്ലാൻ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് വർക്കുകൾ ഇതുണ്ട്. കബോർഡ് കണ്ടോ, എല്ലാ ടോയ്ലറ്റിലും ഇങ്ങനെയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന സോപ്പ് ഇനി ഷാമ്പു ഒരെണ്ണം കൂടുതൽ വാങ്ങിച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ ബൈ 1 get 1 ഒക്കെ ടോയ്ലറ്റ് ഉൽപ്പന്നങ്ങൾ കിട്ടും. അങ്ങനെയുള്ളതൊക്കെ അടുക്കി വയ്ക്കുവാനായിട്ട് ഷേവ് സെറ്റ്, മുടി കളർ ചെയ്യുന്ന സാധനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സാനിറ്ററി ഐറ്റംസ് എല്ലാം അടുക്കി വയ്ക്കുവാനായിട്ട് ടോയ്ലറ്റിൽ വന്നിരിക്കുന്ന കബോർഡുകളാണ് ഇവിടെ. അതടുത്ത ടോയ്ലറ്റിലേക്ക് ചെല്ലുമ്പോഴും കാണാം. ഇത് ടി വി യൂണിറ്റിൻ്റെ ഭാഗം വന്നിരിക്കുന്നു. ടി വി യൂണിറ്റിൻ്റെ ഭാഗം നമുക്ക് ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടി വി യൂണിറ്റാണ്. ഏത് സൈഡിലോട്ട് തിരിച്ചു വെച്ചും നമുക്ക് ടി വി കാണാവുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുക. ഇത് ഡൈനിങ് ഹാളിലേക്ക് കയറി. ഡൈനിങ് ഹാളിൽ അതിമനോഹരവും ഗംഭീരവുമായ ഇൻറ്റീരിയർ വർക്കുകൾ നമുക്ക് കാണാം. വളരെ ക്യൂട്ടായിട്ടുള്ള ഈ ഇൻറ്റീരിയർ വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂമിലേക്ക് കയറേണ്ട ഡോറ്. ഇത് ടി വി യൂണിറ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ ഒരു കുറ്റി ഇട്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കാതിരിക്കാൻ അവിടെ ഒരു സാക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതാണ് നമ്മുടെ മനോഹരമായ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണെന്നാൽ ടൈല് വർക്കുകളാണ്. എത്രയും വലിയ മിററാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് കാണാം അവിടെ. അതുപോലെ വലിയ വലിപ്പമുള്ള മിററാണ് കൊടുത്തിരിക്കുന്നത്. ഈ മിററും ഈ ടൈല് വർക്കുകളും അതുപോലെ തന്നെ കെറോവിറ്റ് എന്ന കമ്പനിയുടെ വാഷ് ബേസിനൊക്കെ ഈ വീടിൻ്റെ മനോഹാരിത ഒന്നുകൂടി കൂട്ടുകയാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി. രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിലും ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ഫാൻസി ലൈറ്റ്, ഫാന്, ലൈറ്റുകൾ, ബെഡ് സ്വിച്ച്, ബെഡ് ലാമ്പ് എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇതാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ അപ്പുറത്തെ ബെഡ്റൂമിൽ സാനിറ്ററി ഐറ്റംസ് വയ്ക്കുക എന്ന് നമ്മൾ പറഞ്ഞത്. അതുതന്നെയാണ് ഈ ടോയ്ലറ്റിലും വന്നിരിക്കുക. ഏറ്റവും സ്റ്റാൻഡേർഡ് ടൈപ്പ് ടൈലുകൾ, അങ്ങനെയൊക്കെയുള്ള രീതികളാണ് ഇതിനകത്ത് കൂടുതലും അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇവിടുത്തെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ്. ഡ്രസ്സിങ് ഏരിയ വഴി നമ്മുടെ ബെഡ്റൂം കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നമുക്ക് അടുത്ത ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. കോട്ടയം ജില്ലയിൽ പാല പ്രവിത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. പാല പ്രവിത്താനത്തു നിന്ന് പള്ളിക്ക് സമീപത്തേക്കാണ്. പള്ളിയുമായിട്ട് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 600 മീറ്റർ ദൂരം, 600 മീറ്റർ ദൂരം മാത്രമാണ് പള്ളിയുമായിട്ടുള്ള ദൂരം. അതുപോലെ തന്നെ ഇവിടുന്ന് നടന്ന് പള്ളിയിൽ പോകുവാനായിട്ട് ഒരു റോഡുണ്ട്. അതുവഴി പോവുകയാണെങ്കിൽ 300 മീറ്റർ ദൂരം മാത്രമാണ് RC പള്ളിയിലേക്ക്, പ്രവിത്താനം ഫൊറോന ചർച്ചിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം. ഇവിടുന്ന് ഒരു 700 മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ അമ്പലങ്ങളുണ്ട്. അമ്പലത്തിലേക്കൊക്കെ പോകാനായിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയിലാണ് ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. വീണ്ടും നമ്മൾ ഈ വീടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലായി കിടക്കുന്ന ഏരിയയാണ്. ലെവലായി കിടക്കുന്ന ഏരിയയിൽ ഏറ്റവും വെള്ളപ്പൊക്ക ഭീഷണികളോ ഉരുൾപൊട്ടൽ ഭീഷണികളോ ഒന്നുമില്ല. എന്നാൽ കുടിവെള്ളം ഇഷ്ടംപോലെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ്. ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റി പറയാൻ. ബസ് റോഡുമായിട്ട് നടന്നു പോയാൽ 300 മീറ്ററും കാർ മാർഗം പോയാൽ ബസ് റോഡുമായിട്ട് 600 മീറ്റർ ദൂരവുമാണ് ബസ് റോഡുമായിട്ടുള്ളത്. ഇവിടുന്ന് ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുവാനായിട്ട് ഏറ്റവും സൗകര്യമാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ആയിരിക്കും എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള ദൂരം. ഭരണങ്ങാനം സൈഡിലേക്ക് പോകുവാൻ, അതുപോലെ തന്നെ തൊടുപുഴ റൂട്ടിലേക്ക്, അതുപോലെ തന്നെ ഈരാറ്റുപേട്ട അല്ലെങ്കിൽ വാഗമണ്ണ് ഹൈ റേഞ്ച് മേഖലയിലേക്കൊക്കെ പോകുവാൻ വളരെ സൗകര്യമാണ്.
നമ്മൾ ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായ കബോർഡ് വർക്കുകളുള്ള നല്ല ഒരു കിച്ചണിലേക്കാണ് പ്രവേശിച്ചത്. കിച്ചൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് അതിഗംഭീരവും മനോഹരമായ രീതിയിലാണ് അതിൻ്റെ കളർ കോട്ടിങ്, അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ, അതിൻ്റെ ടൈല് വർക്കുകൾ എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കുവാനായിട്ടുള്ള പാത്രങ്ങൾ, അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ വയ്ക്കുവാനൊക്കെയുള്ള നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള കിച്ചണാണ്. ഇവിടെ ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ്, വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിൻ്റ്, ഡിഷ് വാഷ് വെക്കുവാനായിട്ടുള്ള പോയിൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വലിയ വീടുകൾക്ക് ചെയ്യേണ്ട സൗകര്യങ്ങളും അതേ ക്വാളിറ്റിയും കൊടുത്തുകൊണ്ട് നമ്മളൊരു മീഡിയം ആൾക്കാർക്കും ഏറ്റവും ക്വാളിറ്റിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി വീടാണ് ഇവിടെ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, 1500 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ഓപ്പൺ കിച്ചൺ, അതുപോലെ തന്നെ നല്ല മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകൾ, മുറ്റത്തിൻ്റെ വർക്കുകളാണെങ്കിലും അതിഗംഭീരവും മനോഹരവുമായ മുറ്റത്തിൻ്റെ വർക്കുകൾ. 69 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്ന വില, അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം.